നീ പോടാ. മോളുടെ മോനെ തിരുമേനൊന്നും പറഞ്ഞില്ല. ഇവിടെ ഒരു അകാല മരണം നടന്നില്ലേ? ലാസ്റ്റ് മനുഷ്യൻ എന്റെ അമ്മയായിരുന്നല്ലോ. അത് തന്നെ. അമ്മൂമ്മക്ക് 90 വയസ്സായില്ലേ, അതെങ്ങനെ അകാലം വന്നോ? ഇയാൾ ഉട്ടായിപ്പാച്ച. ശാസ്ത്രം കള്ളം പറയില്ല കുട്ടി, മോളായിരിക്കും. അതെ, എങ്ങനെ മനസ്സിലായി? നേരത്തെ പോയാ കുരുപ്പിന്റെ തള്ളയല്ലേ? അവൾക്ക് അതിലൊന്നും വിശ്വാസമില്ല തിരുമേനി. തിരുമേനി അതൊന്നും കാര്യമാക്കണ്ട. അസാധാരണമായ രീതിയിലായിരുന്നു മംഗലം അല്ലേ? ലവ് മാരേജ് ആയിരുന്നു. ഡ്രസ്സ് മതി അവൾക്ക് നിർബന്ധമായിരുന്നു. കൊച്ചുങ്ങൾ എന്നാലും ആഗ്രഹം പറഞ്ഞു വെച്ചാ നമ്മളെ കൊണ്ട് പറ്റുവാണോ അത് സാധിച്ചു കൊടുക്കണം. അടിപൊളി. അടുത്തേറ്റം പറഞ്ഞ സെക്സിയാണ്, കെട്ടിപ്പോണെന്ന് വിളിക്കാൻ താല്പര്യമുണ്ട്, നിത്യമനം ക്യൂട്ടാണ്. ഓ സൂപ്പർ 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 സൂപ്പർ, അടിപൊളി. പിള്ളേരുടെ ആഗ്രഹമൊന്നും അങ്ങനെ പെട്ടെന്ന് സാധിച്ചു കൊടുക്കാൻ പാടില്ല. തിരുമേനിയുടെ അനിയത്തി എൻ്റെ കൂടെ പഠിച്ചതാ. അവക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അത് ഇങ്ങേരോട് പറഞ്ഞപ്പോ ഇങ്ങേര് പറഞ്ഞു മേലെന്ന് ചാടിച്ചാവുന്നു. അങ്ങനെ ആയിരിക്കുമല്ലേ തിരുമേനി ഉദ്ദേശിച്ചത്? ഈ കൊച്ചുകൂടി ഉണ്ടെങ്കിൽ ഈ കളിക്ക് ഞാനില്ല കേട്ടോ. ഈ ഒന്നും മിണ്ടാണ്ടിരി. ഇവളുടെ കെട്ടിയോൻ എവിടെയാന്നാ പറഞ്ഞേ? പുറത്താ. ഇവിടെ ചവിട്ടി പുറത്താക്കിയായിരിക്കും. അല്ല, UK യിലാ. അതാ നല്ലത്. എന്ന് ഇതിനെ സഹിക്കണ്ടല്ലോ. ഞാൻ നോക്കിയിട്ട് ഇവിടെ എവിടെ നിന്ന് തന്നെ ഒരു ഹോമം വേണം. എന്താ തിരുമേനി വല്ല പ്രശ്നമുണ്ടോ? ഹേയ്, നല്ല വൈബായിരിക്കില്ലേ ചുമ്മാ തീയൊക്കെ ഇട്ട് പോയിച്ചിട്ട്. എടോ പൊട്ടക്കാപ്പി, ഇവിടെ മൊത്തം പ്രശ്നമാണ്. ഈ കുടുംബത്തിൽ മരണപ്പെട്ട ഒരു 300 ആത്മാക്കൾ ഇവിടെ ശാന്തി കിട്ടാതെ ഇങ്ങനെ അലയുണ്ട്. 300? ഏകദേശം അത്രയുണ്ട്. ഞാനൊന്ന് റൗണ്ട് ചെയ്ത് പറഞ്ഞതാ. പരിചാരക്രിയ വല്ലതും ഉണ്ടാ? അതല്ലടോ ഞാൻ ഹോമം വേണമെന്ന് പറഞ്ഞു. നല്ല ചിലവുള്ള കേസാ. ഒരാത്മാവിന് ഒരു 3000 രൂപയെങ്കിലും ചിലവാകും. 3000 രൂപയെ? അപ്പൊ 9 ലക്ഷം രൂപയാ? പിന്നെ അല്ലാതെ നല്ല റിസ്ക്കുള്ള പണിയാ. നിങ്ങളുടെ ബന്ധുക്കളാ, മോക്ഷം വേണേ മതി. നിങ്ങൾ ഈ പിശുക്ക് കാണിച്ച ആത്മാക്കൾ എന്ത് വിചാരിക്കും? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇയാൾ ഉടായിപ്പോന്ന്. 300 പേരുമല്ലോ. ഇതെന്താ ആത്മാക്കളുടെ ജമ്പോ തിരുവാതി? അച്ഛൻ ചുമ്മാ ഇരിക്കും. ഇയാൾ കള്ളനെ വെറുതെ പൈസ കിട്ടാൻ വേണ്ടി. ആഹാ, അപ്പൊ ഞാനിപ്പോ കളല്ലേ? എന്നോട് കളിച്ചാണ്ടല്ല, ചവിട്ടി ഭസ്മാക്കി കളഞ്ഞാൽ. താൻ എന്തൊരു മനുഷ്യനാണോ പിള്ളേരുണ്ടാക്കി വെച്ചിരിക്കണത്? രണ്ട് അപ്പൂപ്പനൊക്കെ ഇവിടെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. ഇറങ്ങണ വീട്ടിൽ നിന്ന്. ഒരു 50,000 രൂപ വേണമെങ്കിൽ ഞാൻ ഡിസ്കൗണ്ട് ചെയ്ത് തരാം. തന്റെ ഒരു കോപ്പം വേണ്ട, ഇറങ്ങണോടുന്ന്. വെറുതെ അല്ല അതിന്റെ കെട്ടിയോ UK പോയി കിടക്കണം. 5 പൈസ ചെലവാക്കാൻ വിടുകൊടുക്കാൻ. അങ്ങനെ പോലെ തിരുമേനി വേറെ വല്ല പരിഹാരം? അതുകൊണ്ട് പടിഞ്ഞാറോട്ട് നോക്കിയിട്ടേ കുനിഞ്ഞില്ലേ. ഓം ശാന്തി ഓശാന.